പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ വിവരിച്ചിരിക്കുന്ന ഈശോ ജായറോസിന്റെ മകളെ ഉയർപ്പിക്കുന്ന തിരുവചന ഭാഗമാണ് ഇന്ന് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നത്. 5-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. ഇന്ന് ഏറെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കുട്ടികൾ ഒത്തിരിയേറെ പേർ SSLCയുടെ ഫലം കാത്തിരിക്കുന്നു. എല്ലാവർക്കും സന്തോഷകരമായ, അനുഗ്രഹപ്രദമായ, ആശ്വാസകരമായ, ജീവിതത്തിന് പുതിയ പ്രതീക്ഷകൾ നൽകുന്ന നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോ 12 വയസ്സുള്ള ഒരു ബാലികയെ പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാണ് ഇന്നത്തെ സുവിശേഷം. പുതിയൊരു ജീവിതത്തിലേക്ക് ഈ കുട്ടിയെ പോലെ ധാരാളം കുട്ടികൾ ഇന്ന് SSLC റിസൾട്ട് കാത്തിരിക്കുന്നവരെ സന്തോഷത്തിന്റെ പുതിയൊരു ഉയർപ്പിലേക്ക്, എല്ലാവർക്കും വീട്ടുകാർക്കുമൊക്കെ സന്തോഷം നൽകിയെന്ന ഉയർപ്പിലേക്ക്, നല്ല വിജയങ്ങൾ എല്ലാവരെയും തേടി വരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മരിച്ചുപോയ 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഈശോ ജീവിതത്തിലേക്ക് ഇവിടെ തിരിച്ചു കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നു. ഈശോ ചെയ്തതായി തിരുവചനം പറയുന്നത്, അവളെ കിടത്തിയിരുന്ന സ്ഥലത്ത് അവളുടെ അടുത്ത് ചെന്ന് അവളുടെ കൈക്ക് പിടിച്ച് അവളെ ഉയർത്തി, ബാലികയെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എഴുന്നേറ്റ് നടന്നു. ഈശോ ചെയ്ത ഈ ഉയർപ്പിക്കലിന്റെ അത്ഭുതം, അതിശയകരമായ ഈ കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഈശോയുടെ സ്ഥാനത്ത് നിന്ന് മറ്റൊരു രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. മാനസികമായി തളർന്ന് മരിച്ചു പോയതുപോലെ സാധാരണ ജീവിതത്തിന്റെ ആ നല്ല വഴികളിൽ നിന്ന് മാറി ജീവിതത്തിന്റെ ഇരുളടഞ്ഞ വഴികളിലേക്ക് ഉറങ്ങിപ്പോയവരെ പോലെ, മരിച്ചുപോയവരെ പോലെ ആയിരിക്കുന്ന ധാരാളം, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവരെ പോലെ പരാജയത്തിന്റെ, ഒരുപക്ഷെ നിരാശയുടെ, വിഷമത്തിന്റെ, മനസ്സ് തകർന്നതിന്റെ ഒക്കെ ഇരുളടഞ്ഞ വഴികളിലേക്ക് പോയവരെ തിരിച്ചു കൊണ്ടുവരുവാൻ ഈശോയെ പോലെയുള്ള ദൗത്യം നമുക്ക് നിറവേറ്റാനുണ്ടെന്ന് ഈശോ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ അതിന് ചെയ്യേണ്ടത്, ഈശോ ഈ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നതുപോലെ, അവൾ കിടന്ന സ്ഥലത്തേക്ക് ചെന്നതുപോലെ, ഇത്തരത്തിൽ വിഷമിച്ചിരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലണം. ഈശോ അവളുടെ കൈക്ക് പിടിച്ച് ഉയർത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. നമുക്കും നമ്മളാലാകുന്ന കൈസഹായം, നമ്മളാലാകുന്ന ഭൗതികമായ സഹായങ്ങൾ, ഒരുപക്ഷെ ഭൗതികമായ സഹായങ്ങൾ സാമ്പത്തികമാവാം, അല്ലാതെയുള്ള കാര്യങ്ങളാവാം, അങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ ഈശോ അവളോട് സംസാരിക്കുന്നുണ്ട്. ബാലികയെ എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള തലീത്താക്കൂം എന്ന് പറയുന്നു. ഈശോ അവൾക്ക് ആത്മവിശ്വാസത്തിന്റെ, ജീവിതത്തിന്റെ പുതിയൊരു സൃഷ്ടി കൊടുക്കുകയായിരുന്നു. വചനമായ ആദിയിലുണ്ടായിരുന്ന ഈശോ സംസാരിച്ചപ്പോഴാണ് എല്ലാം ഉണ്ടായതും ജീവൻ പ്രാപിച്ചത്. ഈശോ വീണ്ടും അവളോട് സംസാരിച്ച് അവൾക്ക് ജീവൻ കൊടുക്കുകയാണ്. നമുക്കും പോസിറ്റീവ് എനർജി നൽകുന്ന നല്ല സംസാരങ്ങളിലൂടെ മരിച്ചുപോയതുപോലെ തകർന്നിരിക്കുന്ന മനസ്സുള്ള ആളുകളിലേക്ക് വീണ്ടും പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവര് ജീവിതത്തിന്റെ ഇരുളടഞ്ഞ വഴികളിൽ നിന്ന് എഴുന്നേറ്റ് വീണ്ടും നടക്കാൻ തുടങ്ങും. ഈ ബാലിക എഴുന്നേറ്റ് നടന്നു എന്നാണ് തിരുവചനം പറയുന്നത്. അവളുടെ നടപ്പ് നിന്നു പോയിരുന്നു, അവളുടെ ചലനം, അവൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ആ കാര്യം നിന്നു പോയിരുന്നു. അതിപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നു. നമ്മുടെ കൃത്യസമയത്തുള്ള സ്നേഹപൂർവകമായ ഇടപെടലും കൈത്താങ്ങലും, അവരുടെ അടുത്ത് അന്വേഷിച്ച് ചെല്ലുന്നതുമൊക്കെ പലരെയും ഉയർത്തിക്കൊണ്ടുവരാനും ഉണർത്തിക്കൊണ്ടുവരാനും, ഉറങ്ങുകയായിരുന്നെങ്കിൽ അവർ ഉണരാനും, അതുപോലെ തന്നെ അവർ വീണ്ടും മുമ്പോട്ട് നടക്കാനുമൊക്കെ അത് കാരണമാകും. നമുക്കത് കണ്ടില്ലെന്ന് വെച്ച് മാറി നടക്കാം. പക്ഷെ ക്രിയാത്മകമായി ഇടപെട്ടാൽ പലരുടെയും ജീവിതത്തിൽ ഉയർപ്പ് കൊടുക്കാൻ ഈശോയെ പോലെ നമുക്കും ഇടപെടാൻ സാധിക്കുമെന്ന് ഈശോ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇടപെടലിലൂടെ ജീവിതത്തിന്റെ ഉയർപ്പും ഉണർവും ഉന്മേഷവും ആത്മവിശ്വാസവും ജീവനുമൊക്കെ കാത്തിരിക്കുന്ന അനേകർ ഞങ്ങളുടെ ചുറ്റുമുണ്ട്. ഒരുപക്ഷെ ഞങ്ങളുടെ ഒരു നല്ല വാക്ക്, ഞങ്ങളുടെ ഒരു കൈത്താങ്ങ്, ഞങ്ങൾ അടുത്ത് ചെന്നൊന്ന് ആശ്വസിപ്പിക്കുന്നതൊക്കെ അവരെ എഴുന്നേൽപ്പിക്കുകയും വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അവർക്ക് അതുവഴി മുമ്പോട്ട് വീണ്ടും നടന്നു തുടങ്ങാനായി സാധിക്കും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ വേണ്ട സമയത്ത് ഇടപെടാനുള്ള ഒരു മാനസികമായ ശക്തിയും അതിനുള്ള പ്രചോദനവും അതിനുള്ള സന്നദ്ധതയും ഞങ്ങൾക്ക് നൽകണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഭവനങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.